പറയട്ടവരാണ്. ഹായ് ഹൻസിബ. ഹൻസിബയും ഞാനും തമ്മിൽ ആദ്യമായിട്ട് കാണുന്നത് ഒരു ഷോയിൽ വെച്ചാണ് നമ്മൾ കാണുന്നത്. സ്റ്റാർ ചാലഞ്ച് എന്ന് പറയും. ഹൻസിബക്ക് അറിയായിരിക്കും, നമ്മൾ പട്ടായയിലാണ് പോയത് സ്റ്റാർ ചാലഞ്ചിന് വേണ്ടി. സോ ഹൻസിബ എൻ്റെ ടീമിലായിരുന്നു. ഹൻസിബ ഓറഞ്ച് വാരിയേഴ്സിലെ ടീമിലായിരുന്നു. ഈ ടൂറിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ഉണ്ടായി. നമ്മൾ റിഹേഴ്സൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അബാദ് ഹോട്ടലിൽ. അന്ന് ഹൻസിബക്ക് ഒരു ഫോൺ കോൾ വന്നു, ഒരു ഇറിറ്റേറ്റിംഗ് ഫോൺ കോൾ വന്നു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഞാനാണ് ആ ഫോൺ തിരിച്ച് അറ്റൻഡ് ചെയ്തത്. അപ്പോൾ ഹൻസിബക്ക് അത് ഓർമ്മയുണ്ടോ എന്താണെന്നത്? ആ ഫോൺ കോൾ എന്തിനായിരുന്നു ഞാൻ ആ ഫോൺ കോൾ ഹൻസിബേൻ്റെ ഫോൺ വാങ്ങി അറ്റൻഡ് ചെയ്തത്? എന്നിട്ട് അവിടെ എന്തായിരുന്ന പ്രശ്നം ഉണ്ടായിരുന്നത്? അബാദ് പ്ലാസ് റിഹേഴ്സൽ ഹാളിൽ ഞാൻ എന്തോ ഞാൻ സംസാരിച്ചു. അപ്പോൾ അതെന്താണ് ഹൻസിബക്ക് അത് ഓർമ്മയുണ്ടോ എപ്പോഴും? ഈ മസിലുള്ള റിയാസ് ഖാൻ ഇടപെടാനുള്ള എന്ത് കോളായിരുന്നു വന്നത്? റിയാസ് ഖാൻ്റെ സഹായം എടുക്കണമെങ്കിൽ പറയൂ ഹൻസിബ. അത് ഞങ്ങൾ റിഹേഴ്സൽ ചെയ്യായിരുന്നു അബാദിൽ വെച്ചിട്ട്. അപ്പോൾ ഒരു അനോണിമസ് കോൾ വന്നു. കുറേ നേരം ഇങ്ങനെ റിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് അറിയാത്ത നമ്പർ ആയതുകൊണ്ട് ഞാൻ എടുത്തില്ല. കുറേ ഇങ്ങനെ ഡിസ്റ്റർബൻസ് വന്നുകൊണ്ട് ഞങ്ങൾ പാട്ടൊക്കെ പാടി റിഹേഴ്സൽ ചെയ്യായിരുന്നു. അപ്പോൾ കുറേ വന്നപ്പോൾ ഞാൻ ഫോൺ എടുത്തിട്ട് ഹലോ ഹൻസിബ ചേച്ചിയല്ലേ? ഞാൻ പറഞ്ഞു അതെ ഹൻസിബ ചേച്ചിയാണ്. പിന്നെ സംസാരം മാറി. അങ്ങനെയാണ് ഇങ്ങനെയാണ് പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ അന്തം വിട്ടുപോയി. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കണം ഇതൊക്കെ. അപ്പോൾ ഞാൻ അന്തം വിട്ട് കിളി പോയ പോലെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ റിയാസ് കഴിച്ചു, എന്ത് പറ്റി മോളെ? അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ഫോണ്. അപ്പോൾ ബാബുരാജേട്ടനും ഉണ്ട് അപ്പുറത്ത്. എന്ത് പറ്റി അൻസു? ഞാൻ പറഞ്ഞു ബാബുകേട്ടാ ഒരു കോള്. നമുക്ക് പിന്നെ ഇവർ രണ്ടുപേരും വേണം. ആഹാ കോളോ എന്നാൽ നോക്കട്ടെ. ഇപ്പോൾ റിയാസ്ക്ക് ഓടി വന്നിട്ട് ഭയങ്കര ഇതായിട്ട് ഫോൺ വാങ്ങിയിട്ട് നല്ല എന്താ പറയുക, നല്ല പക്ക ഫോട്ടോ വെച്ച് മട്ടാഞ്ചേരി ഭാഷയിൽ സംസാരിച്ചു കൊടുത്തു. ഹലോ ആരടാ എന്ന് വെച്ചിട്ട് സംസാരിച്ചു. അപ്പോൾ തിരിച്ച് അവിടുന്ന് അവർക്ക് ഇങ്ങനെ റെസ്പോൺസ് കിട്ടുമെന്ന് അവർ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ അവർ തിരിച്ച് വീണ്ടും സംസാരം. പക്ഷെ റിയാസ് ഖാന്റെയും ബാബുരാജേട്ടന്റെ മുന്നിൽ അവർ ശിരസ് നമിച്ച് അവര് തിരിച്ചോടിപ്പോയി. ഒരുപാട് വെക്കാബുലറി ഇവരുടെ കയ്യിലുണ്ട്. അല്ല അപ്പൊ അത് കഴിഞ്ഞപ്പോ ശ്വേത ചേച്ചി ഇത് കാണുന്നുണ്ട്. ശ്വേത ചേച്ചി എന്താ അവിടെ സംഭവം? ശ്വേത ചേച്ചി അപ്പോഴാണ് എത്തുന്നത്. നേരത്തെ പറഞ്ഞു പോയി. അപ്പൊ ചേച്ചി അവിടെ ചേച്ചി എത്തിയപ്പോ ചോദിച്ചു എന്താ പറ്റിയത്? അപ്പൊ പറഞ്ഞു അൻസിക്ക് ഒരു കോള്, ആരാന്നറിയില്ല, പിന്നെ വിളിച്ച് ഭയങ്കര ഡിസ്റ്റർബൻസ് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അപ്പൊ ശ്വേത ചേച്ചി എന്നിട്ട് നിങ്ങൾ വഴക്ക് പറഞ്ഞോ? അപ്പൊ പറഞ്ഞു ഞങ്ങൾ നല്ലോണം വഴക്ക് പറഞ്ഞു. അയ്യോ എനിക്ക് വഴക്ക് പറയണം. ശ്വേതയ്ക്ക് കിട്ടിയിരുന്ന ശ്വേത ഒരുപാട് ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞു. ഇംഗ്ലീഷ് കേട്ട് പേടിച്ചോടിയാണ്. അതാണ്. എന്തായാലും ഇങ്ങനെയുള്ള ഒരുപാട് മുഹൂർത്തങ്ങൾ ഹൻസിബയ്ക്ക് ഉണ്ട്. പക്ഷെ ഹൻസിബ ഈ ഗ്ലാമറസ് ആയിട്ടുള്ള വേഷങ്ങളിൽ അഭിനയിക്കണമെന്നൊക്കെ ഹൻസിബയ്ക്ക് ഒരു ആഗ്രഹമുള്ള കാര്യമല്ലേ? അങ്ങനൊന്നുമില്ല. ഞാൻ ഇപ്പോൾ ഒരു ഫോട്ടോ തന്നെ വന്നത് അത് സോക്കിൻസ് ഇട്ടിട്ടുള്ള ഫോട്ടോ ആണ്. പക്ഷെ കാണുമ്പോൾ നല്ല സ്കിന്നായിട്ട് തോന്നും. അപ്പൊ എനിക്ക് ചിരി വന്നു പോയൊരു കാര്യം, തമിഴ് മൂവിയിലായിരുന്നു അത്. ഒരു തമിഴ് മൂവി അത് റിലീസ് ചെയ്തിട്ടില്ല. അതിന്റെ ഫോട്ടോഷൂട്ട്. അപ്പൊ ഫോട്ടോഷൂട്ടിന് ഞാൻ മിനി സ്കേർട്ട് ആയിരുന്നു. അപ്പൊ ഞാൻ ഫോട്ടോഷൂട്ടിന് ഞാൻ ഈ കോസ്റ്റ്യൂം കൊണ്ടുവന്നപ്പോ ഞാൻ പറഞ്ഞു അയ്യോ ഞാനിത് ഇടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എഗ്രിമെന്റ് ചെയ്യുമല്ലോ ആദ്യമേ ഒരു മൂവിക്ക് വേണ്ടി, അവർ തരുന്ന കോസ്റ്റ്യൂം നമ്മൾ ഇട്ടോളാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അവസാനം ശരി എന്നാൽ ഇടാം. അപ്പം ഞാൻ പറഞ്ഞു പക്ഷെ എനിക്ക് സോക്കിൻസ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ സോക്കിൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെ സ്കിന്നിൻ്റെ അതേ ലെയറുള്ളൊരു സോക്സ് ആണ്. അപ്പോൾ താഴെ മുതൽ ഹോൾ ബോഡി നമുക്കിടാം. അപ്പം ഞാനൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു എനിക്ക്, ഇത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ സാധനം ഇതൊരു ചെറിയ തിൻ ലെയർ ഉണ്ട് ഇതിൻ്റെ മേലേന്ന്. പക്ഷേ ഫോട്ടോ എനിക്കങ്ങനെ ആ സിനിമയിൽ ഞാൻ പിന്നെ കണ്ടിന്യൂ ചെയ്തില്ല. എനിക്ക് മെൻ്റലി ഭയങ്കര ഇതായി. എൻ്റെ അടുത്ത് അത് പറഞ്ഞ് ആ ഡ്രസ്സ് ഇടിപ്പിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ മൂവി ചെയ്യണില്ല പറഞ്ഞിട്ട് ഞാൻ പോന്നു. അതൊക്കെ കഴിഞ്ഞ് ആളുകൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ സമയത്ത് ഇത് ഏത് മനുഷ്യനാണ് എൻ്റെ അടുത്ത് ഈ ക്രൂരത ചെയ്തതെന്ന് എനിക്കറിയില്ല. ഏതോ ഒരു മനുഷ്യൻ അതങ്ങോട്ട് വൈറലാക്കി. ലാലേട്ടന്റെ മകൾ എന്നും പറഞ്ഞിട്ടാണ് വരുന്നത് ഈ ട്രോളൊക്കെ ഇറങ്ങിയിട്ട്. ഹൻസിബ അതിന്റെ അർത്ഥം എന്നറിയോ? ഹൻസിബ ശ്രദ്ധിക്കപ്പെട്ടപ്പോൾ ഹൻസിബുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും ഒരു മസാലയാക്കി വിപണനം നടത്തുക. ഇതൊക്കെ ഒരു മാർക്കറ്റിങ്ങിന്റെ തന്ത്രമാണ്. ഇപ്പം ഒന്നും ആരും അറിയാത്ത അല്ലെങ്കിൽ ആരും ശ്രദ്ധിക്കാൻ പോകാത്ത ഒരു കാര്യങ്ങളെക്കുറിച്ച് ആരും വിവാദമാക്കാറില്ല. അവരെക്കുറിച്ച് പറഞ്ഞാൽ മാത്രമേ ആൾക്കാർ വായിക്കുന്നുള്ളത് കൊണ്ടാണ്. യു നീഡ് ടു ഗെറ്റ് ഐബോൾസ് കിട്ടണമെങ്കിൽ അങ്ങനെയുള്ള ചില അട്രാക്ഷൻ വേണം. അതുകൊണ്ട് യു ഷുഡ് ബി വെരി ഹാപ്പി അബൌട്ട് ദാറ്റ് യു ആർ ഗ്രോയിങ് അപ്പ്. സിമ്പിൾ ഇസ് ദാറ്റ്. വീട്ടിൽ വെച്ചെത്തിയപ്പോൾ ഉമ്മയും പാപ്പയും എന്ത് പറഞ്ഞു? ഉമ്മയ്ക്ക് ഞാൻ എന്തായാലും ഒരു സിനിമാ നടി, എല്ലാത്തിലും ഉപരി എല്ലാ അമ്മമാർക്കും മകളാണല്ലോ, കല്യാണം കഴിപ്പിക്കണം. ഇതൊക്കെയാണല്ലോ ഏറ്റവും വലിയ അമ്മമാരുടെ ആഗ്രഹം, മകളുടെ കല്യാണം. എൻ്റെ ഉമ്മേൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എൻ്റെ മാരേജ് ആണ്. എൻ്റെ കല്യാണത്തിന് ഇങ്ങനെ പന്തലിടണം, ഇങ്ങനെ ഡ്രസ്സ് ഇടണം. ഇതെല്ലാം കണ്ടപ്പോൾ ഉമ്മ കല്യാണം ആലോചിച്ച് തുടങ്ങിയ? ഇല്ലില്ല. അപ്പൊ ഉമ്മക്ക് ഉമ്മയ്ക്ക് കല്യാണം ആലോചിക്കാനുള്ള അവസരം കൊടുക്കില്ലേ? ഇങ്ങനൊന്നും ചോദിക്കരുത്.
പിന്നെ ഞാൻ എത്രയോ നല്ല രീതിയിലൊരു ചോദ്യം ചോദിച്ച റോഷൻ അല്ലെ, ഇതിനപ്പുറത്ത് എങ്ങനെ ചോദിക്കാൻ ചോദ്യം? ഉമ്മയ്ക്ക് അവസരം കൊടുക്കോ ഇല്ലയോ? ആ ഉമ്മയ്ക്ക് തന്നെ അവസരം കൊടുക്കുള്ളൂ. ഉമ്മയ്ക്ക് അതിന് അവസാന ഘട്ടത്തിലാണോ കൊടുക്കുക, അത് ആദ്യ ഘട്ടത്തിലാണോ കൊടുക്കുക? അല്ല, ആദ്യ ഘട്ടത്തിൽ തന്നെ ഉമ്മയ്ക്ക് തന്നെ കൊടുക്കുള്ളൂ. വേറൊരു കാര്യം പറഞ്ഞു കേട്ടോ റോഷൻ, കുറച്ചും കൂടി ബോൾഡായിട്ടുള്ള സീൻസിലൊക്കെ ഞാൻ അഭിനയിക്കും. പക്ഷെ എനിക്ക് ഓപ്പോസിറ്റായിട്ട് രൺബീർ കപൂർ ഒക്കെ വേണ്ടി വരും. അങ്ങനെയല്ല ഞാൻ റോഷനെ പോലുള്ള നടന്മാരൊന്നും പോരാ, അതാണ്. പിന്നെ എങ്ങനെയാ പറഞ്ഞ കുട്ടി പറയൂ. അത് പറയട്ടെ, സ്റ്റാർ ആൻഡ് സ്റ്റൈൽ മാഗസിന്റെ ഒരു ഇന്റർവ്യൂ ആയിരുന്നു. അപ്പോൾ അതിലിങ്ങനെ ബോൾഡായിട്ട് അഭിനയിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു ചേട്ടാ ഇനി എന്തിനാ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കണേ? അപ്പോൾ പറഞ്ഞു ഓക്കെ ഒരു ലിപ് ലോക്ക് സീനിൽ അൻസിബ് അഭിനയിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ചേട്ടാ, അപ്പോൾ ചേട്ടൻ വിടാൻ താല്പര്യമില്ല. അപ്പോൾ ഓക്കെ അത് രൺബീർ കപൂർ ആണെങ്കിലോ? അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എന്താ ഉത്തരം പറയേണ്ടത്? അല്ല അൻസിബ പറ. അപ്പൊ ഞാൻ പറഞ്ഞു രൺബീർ കപൂർ അല്ലേ, എന്നാ നോക്കാം, രൺബീർ കപൂർ ആണെങ്കിൽ നോക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തായാലും നടക്കാൻ പോണില്ലല്ലോ, എന്നാ പിന്നെ കിടക്കട്ടെ, രൺബീർ കപൂർ ആണെങ്കിൽ ഞാൻ ലിപ് ലോക്കിന് റെഡി. ഇത് രൺബീർ കപൂർ മിക്കവാറും വായിക്കാൻ സാധ്യതയുണ്ട് മിക്കവാറും. അപ്പോ അത് അവരെന്നിട്ട് അത് എഴുതുകയും ചെയ്തു, അങ്ങനെ തന്നെ തമാശയായിട്ടാണ് എഴുതിയതെന്ന്. പക്ഷെ അത് മാത്രം കട്ട് ചെയ്തിട്ട് അൻസിബയ്ക്ക് രൺബീർ കപൂറിനെ ലിപ് ലോക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അത് മാത്രം വലിയ ന്യൂസായി. അൻസിബ അതൊന്നും ഒരു വലിയ കാര്യമാക്കട്ടെ, ഇതൊക്കെ ഒരു തമാശ അല്ലേ അല്ലേ റോഷൻ? വല്ലാതെ തമാശയായി പോരുന്നു. അതാണ് വല്ലാണ്ട് തമാശയായി പോരുന്നത്.